عليكم ورحمة الله وبركاته. وعليكم السلام. الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى. الذي أنزل الكتاب تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين، والذي أنزل الكتاب بلسان عربي مبين لعلهم يتقون ولعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها. ونحن الآن في القسم الأول من دورة الثالثة، وما زلنا نقرأ الدرس. أي درس كنا نقرأ؟ الدرس الثالث. الدرس الثالث. അപ്പോൾ നമ്മൾ ഉറക്കം വന്നപ്പോൾ നിർത്തിയതാണ് അല്ലേ? വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും പ്രയാസം തോന്നിയോ? ഇല്ല ഉസ്താദ്. ഇല്ല, മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത്. പുതിയ വാക്കുകളൊക്കെ കുറവാണ്. ശരി, ഈ പാഠത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വിഷയങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? മറ്റേതല്ലേ, മറ്റേ എന്താണ് പാസീവ് വോയിസ് വരുമ്പോ ഇപ്പൊ നമ്മൾ തമ്മിൽ പറയുമ്പോൾ മജ്ഹൂൽ എന്ന് പറയണം. ഇനി നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് കുട്ടികൾക്ക് പറയുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷ മാത്രമേ ഉപയോഗിക്കാവൂ. സ്റ്റുഡൻസ് അൻസിലിന്നാസ മനാസില. ഇനി നമ്മൾ ടെക്നിക്കൽ വാക്കാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മൂന്നാമത്തെ ഭാഗമെത്തി. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ കുറെ ഭാഗമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മിക്കവാറും പേര് ഫൈനൽ കഴിഞ്ഞവരാണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ടെക്നിക്കൽ വാക്ക് നമ്മൾ പറഞ്ഞ് ശീലിക്കണം. ആരെയും നമ്മളോട് ചോദിച്ചാൽ എന്താ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അവരോട് പറയേണ്ട എല്ലാം ടെക്നിക്കൽ വാക്കുകളെ പറയും. നമ്മൾ ചില ആൾക്കാർ നമ്മുടെ അറിവിനെ പരിശോധിക്കുകയാണെന്ന് തോന്നും. അപ്പൊ അവരുടെ നമ്മൾ ടെക്നിക്കൽ വാക്ക് ഉപയോഗിച്ചിട്ടേ അവർക്ക് പറയും സംസാരിക്കുക. നമ്മൾ ഒന്നിനും പിന്നിലല്ല, നമ്മൾ മുന്നിൽ തന്നെയാണ്. അൽഹംദുലില്ലാ. അപ്പൊ എഴുതിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലുമില്ല, പിന്നോക്കം പോകേണ്ട കാര്യമില്ല, മുന്നോക്കം തന്നെയാണ് പോകേണ്ടത് എല്ലാത്തിലും. അപ്പൊ ഒന്ന് അൽ മബ്നിയു ലിൽ മജ്ഹൂൽ. അൽ ഫഅലുൽ മബ്നിയു ലിൽ മജ്ഹൂൽ. മജ്ഹൂലിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതെന്നാണ്. അവിടെ മബ്നി എന്ന് പറഞ്ഞാൽ അന്ത്യം ഉറച്ചെന്നല്ല, അവിടെ ഉണ്ടാക്കപ്പെട്ടതെന്നാണ്. അതൊന്ന്. രണ്ടാമത് ഇതിൽ പറഞ്ഞതാണ് ആമ ഉപയോഗിച്ചിട്ട് ഞാൻ ആ മാസവർഷത്തിൽ ജനിച്ചതാണ് എന്ന് പറഞ്ഞപ്പോ അപ്പോൾ ഫിഹിയാണെന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞ് അൽ വരുമ്പോൾ ചില നാമങ്ങൾക്ക് അൽ വരുമ്പോൾ അൽ വരുന്ന നാമങ്ങളാണെങ്കിൽ ആ നാമങ്ങളെ അൽ മാറ്റിയിട്ടാണ് നിദാ ചെയ്യേണ്ടത്. മുനാദ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതെന്താവും? അതിലെ അൽ ഒഴിവാക്കിയിട്ടാണ് പറയുന്നത്. യൽ ഹുസൈൻ എന്ന് പറയാൻ പറ്റില്ല, യാ ഹുസൈൻ എന്ന് പറയാൻ പറ്റും, വിളിക്കാൻ പറ്റും. അതേപോലെ ഒരു സംഭവമാണ് ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോ ഹിന്ദിയുൻ, ഇന്ത്യക്കാരൻ. പിന്നെ പറഞ്ഞു ഉഖറിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ സല്ലാ യുസല്ലി, സല്ലാ ബിന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് നമസ്കരിപ്പിക്കുക എന്നല്ല, ഞങ്ങൾക്ക് നമസ്കാരത്തിൽ നേതൃത്വം നൽകി എന്നാണ്. സല്ലി ബിന എന്ന് പറയും. ഇപ്പൊ അറിവുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ എന്ത് പറയും? യാ അല്ലാഹ് സല്ലി ബിന, ഞങ്ങൾക്ക് ഇമാമായിട്ട് നമസ്കരിക്കൂ എന്നാണ്. അതേപോലെ സല്ലാ ബിന എന്ന് പറയുമ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് നേതൃത്വം നൽകി, നമസ്കാരത്തിന് നേതൃത്വം നൽകി എന്നാണ്. അതേപോലെ ഇമ്മ വ ഇമ്മ നേരത്തെ വന്നിട്ടില്ലെങ്കിൽ അത് ഇനി വരും. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. ഇമ്മ വ ഇമ്മ എന്ന് പറയുമ്പോൾ എയ്തർ ഓർ, ഇമ്മ വ ഇമ്മ വരും, എയ്തർ ഓർ എന്ന അർത്ഥത്തിൽ വരും. അത് ഉദാഹരണം വരുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഹിന്ദിക്ക് പറഞ്ഞു. പിന്നെന്താണ്? പിന്നെ ഇതിൽ വരുന്ന വേറൊരു സംഭവമാണ്
നമ്മള് ഹബ്ബത്തിൻ പറഞ്ഞു, ഹബ്ബുൻ പറഞ്ഞു. ഹബ്ബത്ത് പറഞ്ഞാലും ഹബ്ബ് പറയുമ്പോഴും ഏകവചനമാണ്. പക്ഷേ താ ഉള്ളത് എന്താണ്? കണക്റ്റീവ് നൗൺ. ഇല്ലല്ല, താ അല്ല, ഉള്ളത് ഏകവചനം. ഒന്നാണ് ഏകവചനം. എന്ന് പറയുന്നു. ഒന്നാണ് എന്ന് പറയുന്നു, ഒറ്റ എടുത്ത് പറയുന്നത്. താ ഇല്ലാത്തതാണെങ്കിൽ അത് പൊതുവിൽ പറയുന്നതാണ്. അവിടെ എണ്ണമല്ല വിഷയം, ആ സംഭവമാണ് ഹബ്ബ്. ഹബ്ബു എന്ന് പറയുമ്പോൾ ധാന്യം. ധാന്യം, സമയം ഹബ്ബത്തുൻ ഒരു എന്ന് ധാന്യം. പറഞ്ഞാൽ ഒരു ധാന്യമണി എന്ന് എടുത്തു പറയാൻ വേണ്ടിയാണ് താ ഉള്ളത്. അപ്പൊ താ ഉള്ളതും താ ഇല്ലാത്തതും സംഭവം നമ്മൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ താ ഉള്ളത് ഒറ്റ ഒന്നിനെ എടുത്തു പറയാനുള്ളതും താ ഇല്ലാത്തത് അതിനെ പൊതുവിൽ പറയാനുള്ളതുമാണ്. ചിലതിലൊക്കെ നമ്മളിപ്പോ ഉദാഹരണം സമക്കെന്ന് പറഞ്ഞു. സമക്കെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു മീൻ എന്നല്ല അർത്ഥം. സമക്കെന്ന് പറഞ്ഞാൽ മീൻ. പക്ഷെ ഒരു മീൻ എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? സമക്കത്തിൽ എന്ന് പറയണം. അതേപോലെയാണ് തമ്രത്തുൻ, തമറുൻ എന്നൊക്കെ പറയുന്നത്. തുഫാഹൻ, തുഫാഹത്തിൻ എന്നൊക്കെ വരും. അപ്പൊ വളരെ നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. ഇവിടെ നമ്മൾ വായിച്ചത് صف رقم 29. ഈശോയിശകുൻ. മിഡിൽ നെല്ല് വരും. മജ്ഹൂൽ അവിടം വരായി. അത് തുടങ്ങണം അല്ലെ? അവിടെ നിന്നല്ലേ തുടങ്ങേണ്ടത്? അതിന്റെ താഴെ തൊട്ട്. مبني للمعلوم ومثله സമയത്ത് സിത്തിനെ കഴിഞ്ഞു, അതല്ലേ? അത് അതിന് താഴെ വരണം. അതിനെ ഉലിത്ത് യാ അഹ്മദു ഉലിത്ത് ഫി പാകിസ്ഥാന അൻത ഇദൻ പാകിസ്ഥാനിയും പാകിസ്ഥാനിയും. അതാണ് വായിക്കാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അതൊക്കെ വായിച്ചു. അഷ്റഫുല്ലാൻ, കായികത്തൻ, നഹ്വിയത്തൻ, മുഹമ്മത്തൻ, അതൊക്കെ വായിച്ചു. ഉത്തിലൽ ജാസൂസ് ഇല്ല. അതല്ല. അവിടുന്ന് മുകളിൽ നിന്ന് അൻത ഇദൻ പാകിസ്ഥാനിയും, അതാണ് വായിക്കേണ്ടത്. അവിടെ നിന്ന് അങ്ങോട്ട് വായിക്കും ഉസ്താദ്. അതെ അതെ. ഉലിത്ത് ഫി പാകിസ്ഥാന, ഞാൻ പാകിസ്ഥാനിലാണ് ജനിച്ചത്. അപ്പോ ഉലിത്തു നമ്മൾ ഈ ദാലിൻ തായും ചേർത്ത് എന്ത് ചെയ്യണം? ഇതാം മുത്തതാരിബൈനി അല്ലെങ്കിൽ മുത്തജാനിസൈനി, ദായും തായും ചേർത്ത് ശബ്ദമാണ് പറയുന്നത്. ഉലിത്തു അൻത ഇദൻ പാകിസ്ഥാനിയും, അപ്പൊ നീ പാകിസ്ഥാനിയാണ്. അപ്പൊ എന്താണ്? ഹിന്ദിയും പാകിസ്ഥാനിയും മക്കിയും ഖുറശിയും പിന്നെ ബുഖാരിയും എന്നൊക്കെ പറയും. എല്ലാം യഹൂദിയും അതുമായി ബന്ധപ്പെട്ട ആ സ്ഥലവുമായി ബന്ധപ്പെടുത്തിയാണ്. സ്ഥലമാണെങ്കിൽ സ്ഥലവുമായി ബന്ധപ്പെടുത്തി. പിന്നെ അറബിയും അപ്പൊ എന്താണ്? ലോകത്താണ്. അപ്പം ആ ഭാഷയുമായി ബന്ധപ്പെട്ടു. ഈ അറബിയാണ്. മലയാളത്തിൽ നമ്മൾ അറബി എന്നാണ് പറയുന്നത്. അറബിയും. അപ്പോ ഇസ്നാഉ യാ ഇഖ്വാൻ, ശ്രദ്ധിക്കുക, കേൾക്കൂ. അഷ്റഹുൽ ആന ഖാഇദത്തൻ നഹ്വിയ്യത. അഷ്റഹുൽ ആന, ഞാൻ വിശദീകരിക്കാൻ പോവാണ്. അല്ലാന ഇപ്പോൾ ഖാഇദത്തൻ നഹ്വിയ്യത. പിന്നെ ഖാഇദയെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെ നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. നഹ്വിയ്യത്തൻ, വ്യാകരണപരമായിട്ടുള്ള. മുഹിമ്മത്തൻ, പ്രധാനപ്പെട്ട. മുഹിമ്മത്തൻ, അതിന് നമ്മൾ ആയത്ത് പറഞ്ഞായിരുന്നു. മുഹിമ്മത്തിനും ആയത്ത് പറഞ്ഞായിരുന്നു അല്ലേ? അഹമ്മ യുഹിമ്മു. അൽ ഫിഅലു ഇമ്മാ മബ്നിയുൻ ലിൽ മഅലൂം. ക്രിയ ഒന്നുകിൽ മബ്നിയുൻ ലിൽ മഅലൂം ആയിരിക്കും എന്ന് പറഞ്ഞാൽ മഅറൂഫ് എന്നും പറയാം. ഫിഅൽ മഅറൂഫ് എന്ന് പറയും. അത് മബ്നിയുൻ ലിൽ മഅറൂഫ് എന്നും പറയും, മബ്നിയുൻ ലിൽ മഅലൂം എന്നും പറയും. എന്തായിരുന്നാലും ഒരു അർത്ഥം തന്നെയാണ്. അപ്പൊ മബ്നിയുൻ ലിൽ മഅലൂം, അത് കർത്താവ് അറിയപ്പെട്ട ക്രിയയായിരിക്കും, ആ രീതിയിൽ ഉണ്ടാക്കപ്പെട്ടതായിരിക്കും. ഇമ്മാ മബ്നിയുൻ ലിൽ മജ്ഹൂൽ. അപ്പൊ എന്താ? അൽ ഫിഅലു ഇമ്മാ മബ്നിയുൻ. അപ്പൊ ഇമ്മായുടെ പ്രയോഗം കൂടി ഇവിടെ പഠിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു, എന്താ പറയാ, എയ്തർ ഓർ പറയാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു. എയ്തർ ഓർ
പറയാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പൊ എന്താണ് ഇമ്മാ മബനിയൻ, ഒന്നുകിൽ മബനിയിൽ മാലുമായിരിക്കും, അല്ലെങ്കിൽ മജ്ഹൂലായി. ഇത് രണ്ടിൽ ഒരിനമായിരിക്കും, അതായത് രണ്ടാൽ ഒരിനമായിരിക്കും എന്ന് പറയാൻ വേണ്ടിയാണ്. അല്ല രണ്ടും കൂടെ ഒരുമിച്ചല്ല, രണ്ടാൽ ഒരിനമായിരിക്കും. ഇമ്മാ മബനിയിൽ മാലും ഇമ്മാ മബനിയും ഒന്നുകിൽ പേര് മാറൂഫായിരിക്കും, അല്ലെങ്കിൽ മജ്ഹൂലായിരിക്കും. അമ്മൽ മബനിയു, അപ്പോൾ അൽ മബനിയു, മബനി എന്ന് പറഞ്ഞത് ലിൽ മാലൂം, മബനി ലിൽ മാലൂം എന്ന് പറഞ്ഞാൽ ഫമിസ്ലു ഖതല യഖ്തുലു പോലെ. വഅമ്മൽ മബനിയു ലിൽ മജ്ഹൂൽ, അപ്പൊ ഖതല യഖ്തുലു നമുക്കറിയാം നസ്റ യൻസുറു പോലെ എന്നാണ്. നസ്റ യൻസുറു ബാബിൽ നമ്മൾ ഖതല യഖ്തുലു ഒക്കെ പഠിച്ചിട്ടുണ്ട്. വഅമ്മൽ മബനിയു, എന്നാൽ ആദ്യം പറഞ്ഞതിൽ നമ്മൾ എന്നാൽ മലയാളത്തിൽ പറയില്ല. അപ്പൊ അമ്മ വരുന്നത് ഒന്നിലധികം അവസ്ഥകൾ പറയാൻ വേണ്ടിയാണ്. അമ്മൽ മബനിയുൽ മാലൂം ഫമിസ്ലു ഖതല യഖ്തുലു പോലെയാണ്. മബനി മാറൂഫായ ഫൈൽ എന്ന് പറയുന്നത് ഖതല യഖ്തുലു പോലെ. വഅമ്മൽ മബനിയുൽ മജ്ഹൂൽ, മജ്ഹൂലിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണെങ്കിൽ ഫമിസ്ലു ഖുതില യുഖ്തലു. ഖുതില യുഖ്തലു എന്ന് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നത്. നമ്മള് ഫതഹ ബാബ് പഠിച്ചു, ദറബ് പഠിച്ചു, സമീഅ ബാബ് പഠിച്ചു, നസ്റ ബാബ് പഠിച്ചു. 4 ബാബാണ് നമ്മൾ പഠിച്ചത്. ഈ 4 ബാബിനും ഒരേ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, മജ്ഹൂൽ ഉണ്ടാക്കപ്പെടുന്നത്. മജ്ഹൂൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരേ രീതിയിലാണ്. ഫതഹ ആണെങ്കിലും ഫുതിഹ, അത് സമീഅ ആണെങ്കിലും നസ്റായിരുന്നാലും ഫതഹ പോലെ തന്നെയാണ് വരുന്നത്. സമീഅ ആണെങ്കിലും ഫുതിഹ. നമ്മൾ പഠിച്ചത് ഒന്നുകിൽ ഫതഹ അല്ലെങ്കിൽ മറ്റത് കസ്റുള്ളതാണ് നമ്മൾ പഠിച്ചത്. സമീഅ പോലെ അല്ലെങ്കിൽ ഫതഹ അറബിയ ദരിബിലൊക്കെ മറ്റൊരു ഫതഹ ആണ് മാറി. മുദാരി വരുമ്പോൾ നസ്റ യൻസുറു ആയിരുന്നാലും ഫതഹ യഫ്തഹു ആയിരുന്നാലും യുഫ്തഹു. നസ്റ യൻസുറു ആണെങ്കിൽ യുൻസറു, എല്ലാം ഒരേപോലെയാണ് വരിക. സമീഅ യസ്മഉ എന്നാലും യുസ്മഉ. أما المبني للمجهول فمثل قتل يقتل فقتل يقتل. فنسر بابانا برضو قتل يقتل. يحذف الفاعل مع الفعل. يحذف الفاعل. يحذف എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിവാക്കപ്പെടും. Avoided, will be avoided, ഒഴിവാക്കപ്പെടും. الفاعل مع ഫിഅലിൽ മബ്നിയിൽ മജ്ഹൂൽ, മബ്നിയിൽ മജ്ഹൂലില് ഫാഇല് ഒഴിവാക്കപ്പെടും എന്ന് പറഞ്ഞാൽ ആ സെന്റൻസിൽ ഫാഇല് ഉണ്ടാവില്ല. യുഹ്ദഫുൽ ഫാഇലു, ഫാഇൽ കളയപ്പെടും. മഅൽ ഫിഅലിൽ മബ്നിയി ലിൽ മജ്ഹൂലി, മഅൽ ഫിഅലിൽ മബ്നിയി. അപ്പൊ മഅൽ മബ്നിയിന് ജർ വരാൻ കാര്യം എന്താണ്? മഴ വന്നതുകൊണ്ട് വന്നുകൊണ്ട് മബനിയിനാണ് ആകാശമുള്ളത്. അല്ല, അതിന്റെ ഫിഅലിന്റെ ന്യായത്താണ്. ഈ അൽ ഫിഅൽ എന്ന് പറഞ്ഞതിന്റെ ന്യായത്താണ് അൽ മബനി. അൽ ഫിഅലിന് ജർ വരാൻ കാരണം മഴ വന്നു. അവിടെയൊക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മജ്ഹൂലായ ക്രിയകൾ ഉപയോഗിച്ചിരിക്കുന്നത്. യുഹ്ദഫു ഒഴിവാക്കപ്പെടും, അൽ ഫാഇലു ഫാഇലിനെ ഒഴിവാക്കപ്പെടും. അതേപോലെ വയുഹല്ലു, യുഹല്ലു എന്ന് പറഞ്ഞാൽ അനുവദനീയം സ്ഥാനം നൽകും. ഹല്ല ഇറങ്ങി, സ്ഥാനം നൽകപ്പെടും. എന്താണ് അലൈക്കും ഹല്ല ഇറങ്ങി, ഹല്ല ഇറങ്ങി. മഹല്ല് എന്ന് പറഞ്ഞാൽ എന്താ? മഹല്ല്, മഹല്ല് പ്രദേശം, പ്രദേശം എന്നാ, ഇറങ്ങി താമസിക്കുന്ന സ്ഥലം മഹല്ല്. അപ്പൊ മഹല്ല് എന്നത് ഇസ്മ മക്കാനാണ്. ഹല്ല യഹുല്ലു എന്നാണ് ഖുർആനിലുണ്ട്. യഹുല്ലു അലൈക്കും ഗദബി എന്നാണ്. അൻത ഹില്ലും ബിഹാദൽ ബലദ്, അത് തന്നെയാണ്. വയുഹല്ലു
എന്ത് ചെയ്യും? അതിനാണ് പറഞ്ഞ ആ സ്ഥാനം നൽകപ്പെടും, ഇറങ്ങപ്പെടും. അൽ മഫ്ഊൽ ബിഹി, മഫ്ഊൽ ബിഹി എന്താകും? മഹല്ലഹു, അതിന്റെ സ്ഥാനത്ത്. അപ്പൊ അതിനാണ് നേരത്തെ പറഞ്ഞ സ്ഥാനം നൽകപ്പെടും, അതിന് സ്ഥാനം നൽകപ്പെടും. അൽ മഫ്ഊൽ ബിഹി, മഫ്ഊൽ ബിഹി സ്ഥാനം നൽകപ്പെടും. മഹല്ലഹു, ആ ഫഅലിന്റെ സ്ഥാനം, സോറി ആ ഫാഇലിന്റെ സ്ഥാനം. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളെ ഭാഷ എന്താ പറഞ്ഞത്? ക്രിയ കർത്താവ് കളയപ്പെടും, പിന്നെ കർത്താവിന്റെ അടയാളം ആർക്കെങ്കിലും കൊടുക്കണം. അപ്പൊ ആ അടയാളം കൊണ്ടുവന്ന് കർമ്മത്തിൽ കൊടുക്കണം. അല്ലെ, അതാലോചിച്ചാൽ മതി. കർത്താവിന്റെ അടയാളം കൊടുക്കാൻ വേണ്ടിയാണ് ആ കർമ്മത്തിനെ നമ്മൾ പറയുന്നത് ഹല്ലു, ആ കർമ്മം മഫ്ഊൽ ബിഹി ഇറങ്ങപ്പെടും. മഹല്ലഹു, അതിന്റെ സ്ഥാനത്തേക്ക്. ഏതിന്റെ സ്ഥാനത്തേക്ക്? ഫാഇലിന്റെ സ്ഥാനത്തേക്ക്. വയുസമ്മ, മഹല്ലഹു എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഫേലിനെ അല്ല ഫാഇലിനെ ഉദ്ദേശിച്ചാണ്. വയുസമ്മ എന്ന് പറയുമ്പോൾ അത് വിളിക്കപ്പെടും. ഏത് വിളിക്കപ്പെടും? അൽ മഫ്ഊൽ ബിഹി വിളിക്കപ്പെടും. അടയാളം കൊടുത്ത നാഇബൽ ഫാഇലി, നാഇബ ഫാഇലിൻ, നാഇബ് ഫാഇൽ എന്നാണ് പിന്നീട് മഫ്ഊൽ ബിഹിയെ വിളിക്കുക. വഹുവ മർഫൂഉൻ, അപ്പോൾ അത് മർഫൂഅ് ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം ഇതിപ്പോ ഭാഷാപരമായി മനസ്സിലാക്കുക. നമ്മുടെ ഭാഷയും നഹ്വ് വ്യാകരണ നിയമങ്ങളും ഒരുമിച്ച് മനസ്സിലാക്കാൻ പോയത്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? അത് അങ്ങ് പോവും, ഫാഇൽ പോയി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ അടയാളം മഫ്ഊൽ ബിഹിക്ക് കൊടുക്കും. അപ്പോ മഫ്ഊൽ ബിഹിക്ക് അത് ഫാഇലിന്റെ അടയാളം മഫ്ഊൽ ബിഹിക്ക് വരുമ്പോഴത്തേക്ക് എന്തായി? അത് മർഫൂഅാണ്. വഹുവ മർഫൂഉൻ, അത് മർഫൂഅാണ്. അങ്ങനെയാണ് ചിന്തിച്ചാൽ മതി. നഖൂൽ, അപ്പോ നമ്മൾ പറയും ഖതലൽ ജുന്ദിയുൽ ജാസൂസ. ജുന്ദി ആരാണ്? സേനാധിപൻ. പട്ടാളക്കാരൻ, അതന്നെ പട്ടാളക്കാരൻ. സേനാധിപൻ, സേനാധിപനല്ല, സേനാനി. സേനാനി. സേനകളുടെ അധിപൻ എന്താ പറയാ? സൈന്യാധിപൻ. അതെന്തായി? കമാൻഡറായി. ഇത് സേനാനി, കമാൻഡർ, ഏത്? കമാൻഡർ എന്നല്ലേ, കമാൻഡോ അല്ലല്ലോ. കമാൻഡർ എന്നല്ലേ ഞാൻ പറഞ്ഞത്. കമാൻഡോ അല്ല, കമാൻഡർ. എന്തായിരുന്നാലും ആ സൈന്യത്തിന്റെ ലീഡറിനാണ് സേനാധിപനെന്നോ സൈന്യാധിപനെന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ എന്താണ്? ഖതലൽ ജുന്ദിയു, സേനാനി ജാസൂസിനെ വധിച്ചു. ജാസൂസ് പേരാണ്. ജാസൂസ് ആരാ? സുഹൃത്ത് ബനീ ഇസ്രായേലിലുണ്ടല്ലോ. എനിമിയാണോ? എനിമിയല്ല, ജാസൂസ് എന്താ? സ്പൈ. വലാ തജസ്സസൂ, വലാ തജസ്സസൂ എന്താ? നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്. സുഹൃത്ത് ഏതാണ്? സ്പൈ ആണ് സർ. അതെ, സ്പൈ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി. ഏത് സുഹൃത്താണത്? ആ സുഹൃത്തുണ്ട്. അതിന്റെ മാലി എന്താ വരിക? ജാസൂസിന്റെ വലാ തജസ്സസൂ. തജസ്സസു എന്ന് പറയുമ്പോ എന്തായി? ജസ്സാന്ന് വരുമോ? ജസ്സസ. വലാ തജസ്സസൂ എന്ന് പറഞ്ഞപ്പോ തജസ്സസ എന്ന് പറഞ്ഞപ്പോ തജസ്സസു എന്ന് പറഞ്ഞതായി. വലാ തജസ്സസ എന്ന് പറഞ്ഞ തജസ്സസ അല്ല. അപ്പൊ ലാ തദക്കർ ലാ തദക്കറൂ, ലാ തജസ്സസ ലാ തജസ്സസൂ. തദക്കറ ഗ്രൂപ്പാ. ഇവിടെ ജാസൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ച് കടന്നു കയ്യാ. ജാസൂസ് അധികമായി തജസ്സുസ് ആക്കുന്നവൻ, മുത്തജസ്സിസ് എന്നാണ് അവിടെ പറയേണ്ടത്. മുത്തദക്കിർ വരുമ്പോ മുത്തജസ്സിസ് എന്നാണ് പറയേണ്ടത്. ജസ്സസു അല്ല, നമ്മളിപ്പോ ഒരു ക്രിയ എടുത്താല് ആ ക്രിയയുടെ കർത്താവിന്റെ രൂപം തന്നെ ആയിക്കൊള്ളണമെന്നില്ല എപ്പോഴും വരുന്നത്. ഭാഷയിൽ അതിന് തുല്യമായ പ്രയോഗം പേരുണ്ടാവും.
നമ്മൾ അസ്സബ യുഅദ്ദിബു ശിക്ഷിക്കൽ എന്താ? തഅദീബാണ് തഅദീബ്. ശിക്ഷിക്കൽ. തഅദീബ് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ നിങ്ങള്? അതാപാവും വരുന്നത് ആ അല്ലേ? വലാ യുഅദ്ദിബു അദാബഹു അഹദ് എന്നാണ്. ലാ യുഅദ്ദിബു എന്ന് അസ്സബയുടെ ക്രിയ ഉപയോഗിച്ചിട്ട് പിന്നീട് തഅദീബ് അല്ല പറഞ്ഞത്, പിന്നീട് അദാബ് എന്നാണ്. അങ്ങനെ ചില വാക്കുകളുണ്ടാവും. ഇപ്പൊ ജാസൂസ് എന്നാണ് അതിന് പറയുന്നത്, ഈ സ്പൈ വർക്ക് ചെയ്യുന്ന ആൾക്ക്. ഖുർആൻ പറഞ്ഞു ലാ തജസ്സസു എന്ന് പറഞ്ഞു. സൂറത്ത് ബനി ഇസ്രായേലിൽ ഇതേ വാക്ക് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ പേജ് തന്നെ. അപ്പൊ കുത്തിലൽ അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ കത്തലൽ ജുന്തിയു എന്ന് പറയുമ്പോ കത്തല എന്ന ഫിഅലുണ്ട്, അൽ ജുന്തിയു എന്ന് പറഞ്ഞ ഫാഇലുണ്ട്. അപ്പൊ കത്തല എന്താണ്? കത്തല വധിച്ചു എന്നുള്ളത് ഫിഅല് മഅലൂമാണ്. അൽ ജുന്തിയു അൽ ഫാഇലാണ്. അതെ, മഅബനിയുൽ മഅലൂം. അൽ ജുന്തിയു ഫാഇലാണ്. ജാസൂസ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫാഇലും ഉണ്ട്, മഫ്ഊലും ബിഹിയും ഉണ്ട്. ഫാഇലും മഫ്ഊലും ബിഹിയും ഉണ്ട്. അതിനെ മജ്ഹൂലാക്കി കഴിഞ്ഞാൽ ഖുതിലൽ ജാസൂസു എന്നാ പറയാ. അപ്പോ ജുന്തിയു എന്നുള്ളത് ഒഴിവാക്കപ്പെടും. ഇവിടെ നമ്മൾ വ്യാകരണത്തിൽ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഘടനയിലാണ് ഇവിടെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒഴിവാക്കപ്പെടും എന്ന് പറഞ്ഞത്. അപ്പൊ ഖത്തലൽ ജുന്തിയുൽ ജാസൂസ എന്ന സെന്റൻസ് വന്നിട്ട് നിങ്ങൾ അതിനെ ജാലു ഇതിനു മഅലൂം എന്ന മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ എന്ത് ചെയ്യണം? ഫാഇലിനെ ഒഴിവാക്കണം. അപ്പൊ കത്തല കഴിഞ്ഞിട്ട് ജുന്തി പറയാൻ പാടില്ല, ജാസൂസ് പറയണം. പിന്നെ എന്ത് ചെയ്യണം? അപ്പൊ മഹല്ലഹു യഹില്ലു മഹല്ലൽ ഫാഇലി, ഫാഇലിന്റെ സ്ഥാനത്താ വരിക. ഫാഇലിന്റെ സ്ഥാനത്ത് വരുന്നുണ്ട് ഫാഇലിന്റെ അടയാളം. അതുകൊണ്ട് ഖുതിലൽ ജാസൂസു എന്ന്. യസ്മഉ നാസുൽ അദാന ബിവുളൂഹിൻ. ഈ നമ്മൾ ഇത് പിന്നെ ഒരുപാട് സംഗതി ഉണ്ടല്ലോ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാല്. പിന്നെ അതായത് പൊതുവിൽ എടുക്കുന്ന സംഭവം അത് ആരാണ് എന്ന് ഉദാഹരണമായിട്ട് പറഞ്ഞ യസ്മഉ നാസു, ജനങ്ങൾ കേൾക്കുന്നു. അപ്പൊ ജനങ്ങൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പേഴ്സണെ പറയേണ്ടി വരുന്നില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ എല്ലാം മജ്ഹൂലായിട്ടായിരിക്കും ഉപയോഗിക്കുക. ഒരു പർട്ടിക്കുലർ പേഴ്സണെ പറയേണ്ടി വരുന്നില്ല. യസ്മഉ നാസു, ജനങ്ങൾ കേൾക്കുന്നു. അല്ല ജനങ്ങൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പേഴ്സൺ പറയേണ്ട കാര്യമില്ലല്ലോ. അതാൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. അതാൻ കേൾക്കുന്നു നമ്മൾ പറയുന്നത്. അതാനല്ല കേൾക്കുന്നത്, നമ്മളാണ് കേൾക്കുന്നത്. മലയാളത്തിൽ അങ്ങനെയാ പറയുന്നത്. സംഭവം അതാൻ വിളിക്കപ്പെടുന്നു എന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? അതാൻ കേൾക്കപ്പെടുന്നു എന്നാ പറഞ്ഞു. അപ്പൊ യസ്മഉ നാസുൽ അദാന ബിവുളൂഹിൻ. വുളൂഹ് എന്താണ്? വ്യക്തമായി, വ്യക്തമായി, വ്യക്തമായി. വാലിഹ് എന്ന് പറയും. വാലിഹ് വ്യക്തമായത്. ബിവുളൂഹിൻ വ്യക്തത, വ്യക്തതയോടുകൂടി അതാൻ ജനങ്ങൾ കേൾക്കുന്നു. അങ്ങനെയുള്ള സെന്റൻസ് ഒക്കെ എന്തായാലും മജ്ഹൂലായിട്ടാ പറയാം. അപ്പൊ നാസ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അപ്പൊ പറയുന്നു യുസ്മഉ അൽ അദാനു, ബാങ്കാണ് കേൾക്കപ്പെടുന്നത്. നമ്മൾ കേൾക്കുന്നു, ബാങ്ക് കേൾക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അൽ അദാനു. അപ്പോ നേരത്തെ പറഞ്ഞ നാസ് എന്നുള്ള ഫാഇൽ മാറ്റിയിട്ട് അദാനു മഫ്ഊലുൻ ബിഹിയാണ്. അതിനെന്ത് ചെയ്യുന്നു? റഫ്അ കൊടുക്കണം, ഫാഇലിന്റെ അടയാളം കൊടുക്കുക. യുസ്മഉ അൽ അദാനു ബിവുളൂഹിൻ, വ്യക്തതയോടുകൂടി. യാ മുആവിയത്തു ഇബ്നുൽ ഫഅല ഫി ഹാദിഹിൽ ജുംലത്തി ലിൽ മജ്ഹൂൽ. ഇബ്നുൽ ഫഅൽ നേരത്തെ മബ്നിയുൽ മജ്ഹൂൽ എന്ന് പറഞ്ഞില്ലേ? മബ്നിയുൽ മജ്ഹൂൽ, മബ്നിയുൽ മഅലൂം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലെന്തെല്ലാം ബന യബിനി എന്ന ക്രിയ ഉപയോഗിക്കാം. ഇബിനി, നീ ഉണ്ടാക്കൂ. യു ക്രിയേറ്റ്. അൽ ഫഅല ഫി ഹാദിഹിൽ ജുംലത്തി, ഈ ജുംലയിലുള്ള ഈ ഫഅലിനെ ലിൽ മജ്ഹൂൽ, മജ്ഹൂലിന് വേണ്ടി നീ ഉണ്ടാക്കൂ. ഖലഖല്ലാഹുൽ ഇൻസാന മിൻ തീൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറയും? ഖലഖല്ലാഹുൽ ഇൻസാന മിൻ തീൻ അല്ലേ? ഇൻസാനു അല്ല, ഖലഖല്ലാഹുൽ ഇൻസാന മിൻ തീൻ എന്നാണ് മബ്നി ലിൽ മഅലൂം. അതിനെ മജ്ഹൂലാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഖുലിഖൽ ഇൻസാനു. ഖുലിഖൽ ഇൻസാനു മിൻ തീൻ.
അപ്പൊ അദ്ദേഹം പറഞ്ഞു ഖുലിഖൽ ഇൻസാനു മിൻ തീനിൻ അൽ ഇൻസാനു ഹുന നായിബു ഫാഇലിൻ. നായിബിന്റെ ഫായിലിന്റെ നായിബാണ്. നായിബ് ഫായിൽ എന്നാ പറയാ. അപ്പൊ ഫായിലിന്റെ പ്രതിനിധി എന്നാണ് പറയാ. ഫായിൽ കാരണം എന്താണ്? മഹല്ല യുഹല്ലു മഹല്ലഹു, അതിന്റെ സ്ഥാനത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതിന്റെ സ്ഥാനത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് അപ്പൊ ഇൻസാൻ എന്ത് ചെയ്യും? നായിബ് ഫായിൽ എന്ന് വിളിക്കും. അൽ മുദരിസ്. ഹാത്തി മിസാലൻ ആഖറ. ഹാത്തി മിസാലൻ ആഖറ ലിൽ മബ്നി ലിൽ മജ്ഹൂൽ യാ ഇദ്രീസു. വേറെ ക്രിയ പറഞ്ഞ ഇദ്രീസ്. മിസാലൻ ആഖറ ലിൽ ഫിഅൽ മബ്നി ലിൽ മജ്ഹൂൽ യാ ഇദ്രീസു. ഇദ്രീസ്. ഖുതില ഉമർ റളിയല്ലാഹു അൻഹു വഹുവ യുസല്ലി ബിന്നാസി. നേരത്തെ പറഞ്ഞ ഇതിന്റെ വരികൾക്കിടയിലൂടെ നമ്മൾ ഈ വ്യായാമങ്ങൾ പഠിക്കുകയാണ്. വഹുവ യുസല്ലി ബിന്നാസി. അദ്ദേഹം ജനങ്ങൾക്ക് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കെ വഹുവ വാവുൽ ഹാല് യുസല്ലി ബിന്നാസി, ജനങ്ങളെയും കൊണ്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സല്ലി ബി എന്ന് പറഞ്ഞാൽ അവരെ നിസ്കരിപ്പിക്കുക എന്നും പറയാം. അവരോട് നിസ്കരിപ്പിക്കലല്ല, നമസ്കരിപ്പിക്കലല്ല, മറിച്ച് എന്താണ്? നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക എന്നാണ് എല്ലാം. ബിന്നാസി ഫിൽ മസ്ജിദിൻ നബവി. മസ്ജിദിൻ നബവിയിൽ കേട്ടാ. അങ്ങനെ ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഖുതില ഉമർ റളിയല്ലാഹു അൻഹു വഹുവ യുസല്ലി ബിന്നാസി. അവിടെ വെച്ചാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? വധിക്കപ്പെടുന്നത്. യുസല്ലി ബിന്നാസി ഫിൽ മസ്ജിദിൻ നബവി. മസ്ജിദ് നബവിയിൽ അദ്ദേഹം നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ഗ്രാമർ പഠിച്ചത്? സല്ലാ ബിന്നാസി യുസല്ലി ബിന്നാസി, ജനങ്ങളെയും കൊണ്ട് നമസ്കരിക്കുന്നു, ജനങ്ങൾക്ക് നമസ്കാര നേതൃത്വം നൽകുന്നു. അൽഹംദുലില്ലാഹ്. യാ അഹ്മദു ഹാത്തി മിസാലൻ ആഖറ അലാ അൻ യകൂന അൽ ഫിഅലു ഫീഹി മുളാരിഅൻ. മുളാരിആയ. മുളാരി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ് ഓർ ഫ്യൂച്ചർ ടെൻസ്. മുളാരി എന്ന് പറഞ്ഞത് മാളി, മുളാരി, അംർ, നഹി, ഇതൊക്കെയാണ് ഫിഅലിന്റെ വകുപ്പുകൾ. മാളി, മുളാരി, അംർ, നഹി. ഉസ്താദ്, അപ്പൊ സൊല്ലി ബിന എന്ന് പറഞ്ഞത് ഇവിടെ സൊല്ലി യുസല്ലി ബിന്നാസി അല്ല എന്നുള്ളൂ. ആയിക്കോട്ടെ. ബിനായ എവിടെ? ബിന എന്ന് പറഞ്ഞത് ബിന എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. അതായത് ബിന എന്ന് പറഞ്ഞാൽ ഞങ്ങളെയും കൊണ്ട്, ചെല്ലി ബിന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകൂ എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ് പറഞ്ഞത്. സല്ലായുടെ കൂടെ ബി ചേർക്കുക എന്നതാണ് പ്രയോഗം. ഓക്കെ. അതുകൊണ്ടാണ് വഹുവ യുസല്ലി. ഇന്ന് ടൈം ഓവർ ആയോ? ഇല്ല. വഹുവ യുസല്ലി ബിന്നാസി. അദ്ദേഹം ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കെ. വഹുവ യുസല്ലി ബിന എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയാ? അദ്ദേഹം ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നില്ലേ, അങ്ങനെ പറയാം. അപ്പൊ സല്ലയുടെ കൂടെ ബി ചേർത്തിട്ടാണ് നമസ്കാരത്തിന് നേതൃത്വം നൽകുക എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. അപ്പൊ സല്ലാ ബിഹിം പറയാം, ബിന പറയാം, ബിക്കും പറയാം, എല്ലാം പറയാം. നിങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. المدرس يا أحمد هات مثال آخر على أن يكون الفعل فيه مضارع. مضارع എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചർ. മുതാരി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ അല്ല. മുതാരി എന്ന് പറഞ്ഞാൽ either ഫ്യൂച്ചർ ഓർ പ്രസന്റ്. പ്രസന്റ് രണ്ടും ആവാം. അപ്പം മാളി, മുലാരി, അംറി, നഹി, ഇങ്ങനെയാണ് പോകുന്നത്. മുലാരി എന്ന് പറഞ്ഞാൽ മുലാരിയിൽ 2 ഡിവിഷൻ. മുലാരിന്റെ ഒരു ഭാഗമാണ് ഹാല് എന്ന് പറഞ്ഞാൽ പ്രസന്റ്. രണ്ടാമത്തെ ഭാഗമാണ് മുസ്തഖ്ബൽ, ഫ്യൂച്ചർ. ഓക്കെ, അത് മുലാരിന്റെ കൂടെ പഠിച്ചു വെച്ചു. അഹ്മദ് യുഖ്തലു ആലാഫും മിനൻ നാസി ഫിൽ ഹുറൂബ്. ഹുറൂബ് കേട്ടിട്ടുണ്ടോ ഖുറാനില്? അതിന്റെ ഏകവചനമാണുള്ളത്. ഹർബ്. ഹർബില്ലേ ഖുറാനില്? ഉണ്ട്. ഹർബ്, യുദ്ധം.
കുല്ലമാ ഔഖദൂ നാറൻ ലിൽ ഹർബി. അത് തന്നെ. കുല്ലമാ ഔഖദൂ നാറൻ ലിൽ ഹർബി അത്ഫഅഹ അല്ലാഹ് ഫിൽ ഹുറൂബ്. അപ്പം യുദ്ധങ്ങളിൽ യുഖ്തലു ആലാഫുൻ. അപ്പൊ അവിടെ ആരാണ് വധിക്കുന്നത് പറയേണ്ടതില്ല. ആദ്യത്തിലാണ് അവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപയോഗമാണ് യുഖ്തലു ആലാഫുൻ. എന്താ അർത്ഥം? ആയിരങ്ങൾ ആയിരം കൊല്ലപ്പെടുന്നു. ജനങ്ങളിൽ നിന്ന് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ജനങ്ങളിൽ നിന്ന് മിനന്നാസ് ജനങ്ങൾ. ആയിരങ്ങൾ കൊല്ലപ്പെട്ടു, അപ്പൊ ഇവിടെ എന്താണ്? കൊല്ലപ്പെട്ടുമല്ല, വധിക്കപ്പെട്ടു, പെടുന്നു. ഇവിടെ എന്താണ്? വധിക്കപ്പെടുന്നു. ഇവിടെ ഹാബിച്വൽ ആക്ഷൻ പോലുള്ള പ്രവർത്തി സംഗതിയാണ്. മുതാരി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ നമ്മൾ പറയും. പ്രസന്റ് പറയുമ്പോൾ യുക്തരു ആലാഭം മിനന്നാസി ഫിൽ ഖുറൂബി എന്ന് പറയുമ്പോഴത്തേക്ക് പ്രസന്റ് ആയിട്ട് പറയാം, വധിക്കപ്പെടുന്നു. യുദ്ധങ്ങളിൽ പല ആയിരങ്ങൾ വധിക്കപ്പെടുന്നു എന്ന് പറയുമ്പം അതിപ്പോ നടക്കുന്ന കാര്യം മാത്രമായിരിക്കണമെന്നില്ല. നമ്മൾ ഹാബിച്വൽ ആക്ഷൻ പറയുമ്പോൾ എന്ന് പറയുന്നത് പോലെയാണ്. ഒരു പൊതു സംഗതിയായിട്ട് പറയുമ്പോഴത്തേക്ക് മുതാരിയായിട്ട് വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുത്തില ആലാഹും നാസിഫിൽ ഹുറൂബ് എന്ന് പറയും. യുദ്ധങ്ങളിൽ ഒരുപാട് പേര് വധിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇതെന്താണ്? ഒരു പൊതു തത്വമായിട്ടാണ് പറയുന്നത്. യുഖ്തൽ ആലാഹും നാസി ഫിൽ ഹുറൂബ്, വധിക്കപ്പെടുന്നു. ആൽ മുദരിസ് യാ ജാബിറു ഹാത്തി മിസാൽ നാഖർ. മറ്റൊരു ഉദാഹരണം കൊള്ളൊരു. അല അൻ യകൂന നായിബുൽ ഫാഇലി ഫീഹി മുഅന്നസൻ. അവിടെ നായിബുൽ ഫാഇൽ എന്തായിരിക്കണം? മുഅന്നസൻ. ഇവിടെയാണ് ചെയ്യാത്ത പണി ചെയ്തെന്ന് വരുത്തി ചേർക്കുന്നത്. മനസ്സിലായില്ലേ? മറ്റിടത്ത് അടയാളം മാറി വരുന്നു എന്നുള്ളത് നമുക്ക് സഹിക്കാം. ഇവിടെ നമുക്ക് എന്തായിരിക്കും? ക്രിയ അല്ല, നായിബുൽ ഫാഇൽ സ്ത്രീലിംഗമാണെങ്കിൽ എന്ത് ചെയ്യണം? മുഅന്നസാക്കണം. അപ്പൊ തുഖ്റഉ സൂറത്തുൽ ഫാത്തിഹത്തി. ശരിക്കും ഫിഅലിന്റെ കർത്താവാരാണ്? ഖാരിആണ്, വായിച്ച ആളാണ് അല്ലേ? ഇവിടെ സൂറത്ത് മഫ്ഊലുൻ ബിഹി അല്ലെങ്കിൽ മഫ്ഊലുൻ ബിഹി ആണ് ഇപ്പൊ എന്താ നായിബ് ഫാഇൽ ആയത്, അത് മാറിയത്, വായിക്കപ്പെടുന്നു പറയുന്നത്. അത് സ്ത്രീലിംഗമാകുമ്പോൾ ഫിഅൽ സ്ത്രീലിംഗമാകണം. തുഖ്റഉ സൂറത്തുൽ ഫാത്തിഹത്തി. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യപ്പെടും. ഈ കുല്ലി റക്അത്തിൻ, എല്ലാ റക്അത്തിലും. അപ്പൊ ഇവിടെ എന്താണ്? പതിവായി ചെയ്യുന്ന ഒരു സംഭവം എന്ന നിലയ്ക്ക് പറയുമ്പോഴാണ് ഈ മുദാരി ഉപയോഗിക്കുന്നത്. തുഖ്റഉ സൂറത്തുൽ ഫാത്തിഹത്തി, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യപ്പെടുന്നു. ഈ കുല്ലി റക്അത്തിൻ, എല്ലാ റക്അത്തിലും. ഓക്കെ, ഈ കുല്ലി റക്അത്തിൻ. അപ്പൊ കുല്ലിന് എന്ത് വേണ്ട? റക്അത്തിനനുസരിച്ച് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അതേസമയം സൂറത്ത് എന്താണ് വായിക്കപ്പെടുന്നത്? സൂറത്താണ് വായിക്കപ്പെടുന്നത്. അതുകൊണ്ട് അത് നായിബുൽ ഫാഇലിന്റെ സ്ഥാനത്ത് വരുന്നത് കൊണ്ടാണ് അതിനനുസരിച്ച് ക്രിയയെ മാറ്റുന്നത്. അത് മുദരിസ് യാ ഹസനു. ഇവിടെ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇവിടെ എല്ലാവരും വിളിച്ചപ്പോഴേ എന്താ വിളിച്ചത്? എല്ലാവരുടെയും പേരാ വിളിച്ചത്. യാ മുആവിയത്തു, അതേപോലെ യാ അഹ്മദു, യാ ജാബിറു. അന്നപ്പോ ഇവിടെ യാ ഹസനു എന്നാണ്. യാ ഹസൻ. മറുപടി പറയാൻ നേരത്ത് അൽ ഹസൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അയാളുടെ പേര് അൽ ഹസൻ എന്നാണ്. വിളിക്കുമ്പോഴത്തേക്ക് എന്തായി വിളിക്കാൻ പറ്റുള്ളൂ? മുനാദ ആകുമ്പോൾ യാ എന്ന് പറയുന്നത് ഹർഫ് നിദ, വിളിക്കാനുള്ള അക്ഷരം. അക്ഷരം എന്നാണ് യാക്ക് പറയുന്നത് കേട്ടോ. യാ ഇസ്മല്ല, ഫെയിലല്ല. ഇസ്മു അല്ല, ഫെയിലും അല്ലെങ്കിൽ പിന്നെ ഹർഫാണ്. യാ രണ്ടക്ഷരം ഉണ്ടെങ്കിലും അതിനെ ഹർഫ് എന്നാണ് വിളിക്കുക. അപ്പൊ ആ യാ എന്നത് ഹർഫ് നിദ ആണ്. ഹസൻ എന്താണ്? മുനാദായാണ്, വിളിക്കപ്പെടുന്നയാളാണ്. മുനാദയായിട്ട് വരുമ്പോൾ ആൽ ഒഴിവാക്കണം. യാ ഹസനു അതസ്തതിഉ. ഇസ്തതാ എന്താണ്? സാധ്യമായി. സാധ്യമായി, സാധ്യമായി. മനിസ്തതാ ഇലൈഹി സബീല. മനിസ്തതാ ഇലൈഹി സബീല.
വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഇസ്തതാഅ സാധ്യമായി. ആ തസ്തതിഉ ഓർ ക്യാൻ യു എന്ന അർത്ഥത്തിലാണ്. ആ തസ്തതിഉ അൻ തദ്കുറ ആയതൻ ഫീഹാ ഫിഅലുൻ മബ്നിയ്യുൻ ലിൽ മജ്ഹൂൽ. or can you mention or can you say അൻ തദ്കുറ. ദക്കറ യദ്കുറുമായ മെൻഷൻ എന്ന അർത്ഥമാണ്. ഒരു സേ പറയാൻ പറ്റുമോ? തദ്കുറ ആയതൻ ഒരായത്ത് പറയാൻ പറ്റുമോ? ഫിഹാ ഫിഅലുൻ മബ്നിയ്യുൻ ലിൽ മജ്ഹൂൽ. മജ്ഹൂലായ ഫിഅലുള്ള ഒരായത്ത് പറയാൻ പറ്റുമോ? അൽ ഹസൻ. ഞാൻ അസ്തതിഉ. യെസ് ഐ ക്യാൻ. ബിഔനില്ല. എന്താ ബിഔനില്ല? അള്ളാഹുവിന്റെ സഹായം. അള്ളാഹുവിന്റെ സഹായം. ഈ ഔന് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? അള്ളാഹിന്റെ സഹായം തേടുന്നതിന് എന്താ പറയും? മറന്നുപോയോ? അതാണ് ആദ്യം പഠിച്ചെല്ലാം മറന്നുപോയോ? എല്ലാം അടിയിലായിപ്പോയി. ഇസ്തആന എന്ന് പറഞ്ഞാല് സഹായം തേടി. ആന യഊനു സഹായിച്ചു. ഔന് സഹായം. ഖാല യഖൂലു ഖൗൽ. അപ്പൊ ഔന് എന്ന് പറയുമ്പം ആന എന്താണെന്ന് മനസ്സിലാകണം. കൗന് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ആന യഊനു സഹായിച്ചു. ബി ഔനില്ല അള്ളാന്റെ സഹായത്താൽ. അപ്പൊ ബീദിനില്ല എന്ന് പറയും അള്ളാന്റെ അനുമതിയോടുകൂടി. ഇൻഷാ അള്ളാഹ് എന്ന് പറയും അള്ളാഹ് ഉദ്ദേശിച്ചാൽ. അതേപോലെ ബി ഔനില്ല എന്നും പറയും. കാലത്ത് ആല അള്ളാഹ് പറഞ്ഞു, ഉന്നതനായവൻ പറഞ്ഞു എന്നാണ്. والذين يدعون من دون الله لا يخلقون شيئا وهم يخلقون. والذين يدعون من دون الله. دون الله എന്താണ്? ഗൈറില്ലാഹി എന്ന് പറഞ്ഞ പോലെയാണ് ദൂനില്ലാഹി. കൂടാതെ, അള്ളയെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. വല്ലദീന എന്ന് പറഞ്ഞാൽ വല്ലദീന എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ കേട്ടോ. യദ്ഊന അള്ളാഹയെ കൂടാതെ വിളിക്കുന്നവർ, അവർ വിളിക്കുന്നവർ. ഇപ്പൊ വല്ലദീന യഥാർത്ഥത്തിൽ എന്ത് സ്ഥാനത്താണ് ഉള്ളത്? വല്ലദീന ഒരു കൂട്ടർ, യദ്ഊന അവർ വിളിക്കുന്നു. അവർ വിളിക്കുന്നതായ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന കൂട്ടർ വേറെ, വിളി കേൾക്കുന്ന കൂട്ടർ വേറെ എന്ന് വന്നോ? ആണോ അല്ലേ? അതായത് പങ്കാളി അതെ, വേറൊരാൾ നമ്മൾ വിളിക്കുന്നവരായി കുറെ ആൾക്കാർ വിളിക്കുന്നു. വിളിക്കുന്നത് വേറെ ആൾക്കാരാണ് വിളിക്കുന്നത്. മൊയ്തീശേനും അതുപോലെ ആൾക്കാരെയൊക്കെ വിളിക്കുന്ന ആൾക്കാർ. അല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി, അല്ലാഹ് അല്ലാതെ അവർ വിളിക്കുന്നതായ ആൾക്കാർ. എല്ലാവരും രണ്ട് തേർഡ് പാർട്ടി ഉണ്ട്. അല്ലദീന എന്ന് പറഞ്ഞ ഒരു കൂട്ടർ. ആ ഒരു കൂട്ടരെ മറ്റേ കൂട്ടർ വിളിക്കുന്നു. മിൻ ദൂനില്ലാഹി, അല്ലാഹയെ കൂടാതെ. ലാ യഖ്ലുഖൂന. അപ്പൊ ലാ യഖ്ലുഖൂന എന്ന് പറഞ്ഞത് ഏത് കൂട്ടരെ കുറിച്ചാണ് പറഞ്ഞത്? അവര് സൃഷ്ടിക്കുന്നില്ല. ആ കൂട്ടർ വിളിക്കപ്പെടുന്നവർ. ആ വിളിക്കപ്പെടുന്നവർ ലാ യഖ്ലുഖൂന ഷൈഅൻ, യാതൊന്നും സൃഷ്ടിക്കുന്നില്ല. അവരെന്ത് ചെയ്യാണ്? സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അവർ സൃഷ്ടിക്കപ്പെടുന്നവരാണ്, പെട്ടിട്ടുള്ളവരല്ല, പെടുന്നവരാണ്. മാറിയല്ല, മുളാരിയാണ്. അവർ സൃഷ്ടിക്കപ്പെടുന്നവരായിരിക്കല്ലേ? അവർ സൃഷ്ടിക്കപ്പെടുന്നവരാണ്. അവരാകട്ടെ സൃഷ്ടിക്കപ്പെടുന്നവരാണ് താനും. അതെ, അതൊക്കെ നിങ്ങൾ തഫ്സീറിൽ കാണാൻ പഠിച്ച വാക്കുകളാ പറയുന്നത്. അല്ല, വഹും എന്ന് പറഞ്ഞാൽ ഹാലന്നല്ലോ ഉസ്താദേ. അത് അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് പറഞ്ഞ കറക്റ്റ് ആണ്. വല്ലതിന് രണ്ടും രണ്ട് കൂട്ടരാ. അത് അറിഞ്ഞാലേ എന്താവുള്ളൂ, ഇത് കറക്റ്റ് മീനിങ് മനസ്സിലാവുള്ളൂ. വല്ലദീന ഒരു കൂട്ടർ, വിളിക്കുന്ന യാതൊരു കൂട്ടർ അല്ലെ? യദ്ഊന എന്ന് പറയുന്നതിനകത്തുള്ള അതിന്റെ അകത്തുള്ള സർവനാമം എന്താണ്?
ആദ്യം XYZ ആണ്, മറ്റേത് ABCD ആണ്. ഉം. അതാ ചോദിച്ചത്. വിളിക്കുന്ന അല്ലദീന വിളിക്കുന്നവർ എന്ന് മാത്രമേ നമ്മൾ അർത്ഥം. അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ അർത്ഥം കിട്ടണ്ടേ. ലാ അതെ. യഹ്ലുഖൂന എന്ന് പറഞ്ഞാല് അവര് ചിന്തിക്കുന്നില്ല. ആര് ചിന്തിക്കുന്നില്ല? വിളിക്കുന്നവർ ചിന്തിക്കുന്നില്ല വിളിച്ചുകൊണ്ടിരിക്കുന്ന എന്നല്ല, ആൾക്കാർ. വിളിക്കുന്നവർ ചിന്തിക്കുന്നില്ല എന്നല്ല, അല്ലദീന ചിന്തിക്കുന്നില്ല. ABCD. ഉം. യദൂനകത്തുള്ള XYZ ആണ്, വേറെയാണ്. ഉം. ശരി. അത് ഭയങ്കര കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇത് ആശയം മനസ്സിലാക്കണമെങ്കിൽ അത് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അല്ലാതെ പറ്റുമോ? അപ്പൊ ആര് ശ്രദ്ധിക്കുന്നില്ല? ലാ യഹ്ലുഖൂന, ആര് ശ്രദ്ധിക്കുന്നില്ല? വിളിക്കുന്നവർ ശ്രദ്ധിക്കുന്നില്ല എന്നാണോ? അല്ല, ഇല്ല. വല്ലദീന ശ്രദ്ധിക്കുന്നില്ല. യദൂന വേറെയാണ്. ഉം. ആ. ആരെയാണോ വിളിക്കുന്നത് അവര് ശ്രദ്ധിക്കുന്നില്ല എന്നർത്ഥം. അവര് ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കുന്നില്ല. ആ ഉം. വഹും യുഖ്ലഖൂൻ. നേരത്തെ പറഞ്ഞ പോലെ അവരാകട്ടെ സൃഷ്ടിക്കപ്പെടുകയാണ് താനും. ഉം. ഈ ആകട്ടെയും താനും ഒക്കെ തഫ്സീലുള്ള വാക്കുകളാണ്. ഇവിടെ എന്തായാലും ഉസ്താദ് തഫ്സീർ നോക്കിയിട്ട് പറയണത് പറയില്ല, അതുകൊണ്ട് പറഞ്ഞ. ഓക്കെ, ആൾ മുദരിസ്. ഇപ്പൊ നമുക്ക് ഖുറാന്റെ ഏത് ഭാഗം അർത്ഥം പറയാൻ പറ്റുമല്ലോ, പറ്റുമില്ലേ? കൊറേയൊക്കെ അല്ല പറ്റുമെന്ന് പറയാ. നിങ്ങൾക്ക് അഫ്ദുൽ ഉലമാക്കാര് പറയുന്നതിനേക്കാളും ഭംഗിയായിട്ട് അർത്ഥം പറയാൻ പറ്റും. അപ്പൊ അൽ മുദരിസ് അല്ല, അൽ മുദരിസ് അഹ്സൻ, കറക്റ്റ് എന്ന് പറയുന്നത് പോലെയാണ്. വെൽ ഡൺ. യാ ഹസനു. അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ യാ ഹസൻ, അപ്പൊ അല്ലില്ലാതെയാണ് പറയുന്നത്. അഹ്സൻ യാ ഹസൻ. അയുംകിനുക. അപ്പം ആ തസ്തതിഉ എന്ന് പറയുന്നതിന് പകരം അയുംകിനുക. നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെ അഹ്സൻ താന്നല്ലേ വരുന്നത്? ആ താന്നല്ലേ ഞാൻ വായിച്ചത്. അല്ല അഹ്സൻ എന്ന് മാത്രം പറയുമ്പോഴേ. അല്ല, അഹ്സൻത താഴുണ്ട്, അഹ്സൻ അല്ല. അഹ്സൻ വേറെ. അഹ്സൻ എന്നുള്ളത് എന്താണ്? ഏറ്റവും ഉത്തമമായത്. അഹ്സൻത എന്ന് പറഞ്ഞാൽ അഹ്സനയുടെ അഹ്സൻ അഹ്സനും അഹ്സൻത അഹ്സൻതും. യു ഹാവ് ഡൺ വെൽ. യു ഹാവ് ഡൺ വെൽ എന്ന് പറയും. നീ നന്നായി പ്രവർത്തിച്ചിരിക്കും. ആ യുംകിനുക, ഈസ് ഇറ്റ് പോസിബിൾ. യുംകിനു നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ യുംകിനു എന്ന് ഉപയോഗിച്ചും പറയാം, ആ തസ്തതിഉ ഉപയോഗിച്ചും പറയാം. അപ്പൊ ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതായത് രണ്ടും ഉപയോഗിക്കാം. ഒന്ന് അതേപോലെ മറ്റൊരു സംഗതിയാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് പറയാം, ബിഇദ്നില്ലാ പറയാം, അതേപോലെ ബിഔനില്ലാ പറയാം. അപ്പൊ ആ രീതിയൊക്കെ ബന്ധം മാറ്റി മാറ്റി പഠിക്കുകയാണ് നമ്മൾ. യുംകിനുക അൻ തദ്കുറ ഹദീസൻ നബവിയ്യൻ. അപ്പൊ നിനക്ക് ഒരു ഹദീസ് നബവി പറയാൻ പറ്റുമോ? എന്തിനാ നബവി പറഞ്ഞത്? നബിയെ സംബന്ധിച്ചുള്ള നബിയുൻ എന്ന് പറഞ്ഞത്, നബിയുൻ എന്നതിന് നബിയുൻ. കേട്ടാ, അത് ശ്രദ്ധിച്ചു പഠിക്കണം. നബിയുൻ എന്ന് പറഞ്ഞപ്പോ നബി, നബവിയുൻ എന്ന് പറഞ്ഞപ്പോ നബിയെ സംബന്ധിച്ചത്. നബിയുൻ നബവിയുൻ. അപ്പോ അത് നമുക്ക് എക്സസൈസ് പിന്നെ വരും. യഹ്വി ഫിഅലൻ. യഹ്വി എന്ന് പറഞ്ഞാൽ അടങ്ങിയിട്ടുണ്ട്, അടങ്ങിയിട്ടുണ്ട്. യഹ്വി ഹവാ യഹ്വി ഇല്ലേ? അത് ഹവയല്ലേ? അത് വേറെ. അത് ഹവാ വേറെ, ഇത് ഹവാ. ഹവാ ഹവായ ഉണ്ടല്ലോ, കൊടല്. അതേപോലെയാണ് ഇവിടെ ഇവിടെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഇഹ്തവ എന്നും പറയും, ഹവ എന്നും പറയും, ഇഹ്തവ എന്നും പറയും, ഹവ എന്നും പറയും. അത് എന്താണ്? ഇസ്തവ അല്ല, ഇസ്തവ അല്ല, യഹിത്തവ. ഹവ എന്ന് പറയും. ഒരു വാക്ക് പറയുമ്പോ അതും പറയും ഇതും പറയും എന്ന് പറയുമ്പോ ആ അക്ഷരം തന്നെ നോക്കൂ. ഹവാ യഹ്വി, ഹവാ യഹ്വി. ഇൻക്ലൂഡ്.
അടങ്ങിയിട്ടുണ്ട്. ഇത് നേരത്തെ വന്നിട്ടുണ്ടോ? നെഹ്വ് പറയുമ്പോ അങ്ങനെയാണ്. നെഹ്വ് എന്ന് പറഞ്ഞാൽ നേരെയാക്കല്. നെഹ്വ നേരെ. അതേപോലെ നെഹ്വ് വ്യാകരണം എന്ന് പറഞ്ഞ എന്താണ്? സെന്റൻസ് നേരെ ആക്കല്. ഹദീസൻ നബവിയൻ, അപ്പോൾ നബിയെ സംബന്ധിക്കുന്ന ഒരു വൃത്താന്തം ഹദീസ് നബവി എന്നാണ് പറയുക. അപ്പം ഹദീസ് നബവി, അപ്പം ഒരു ഹദീസ് നബവിയായ ഒരു ഹദീസ്, അപ്പം ഒരു നബി വചനം പറയാമോ? യഹ്വി അതില് അടങ്ങിയിട്ടുണ്ട്. ഉൾക്കൊള്ളുന്ന ഒരു അതെ. മജ്ഹൂലായ ഫേല് യാ സുബൈറു. അത് സുബൈറിനുള്ള ചോദ്യം. യാ സുബൈറു. സുബൈർ നേരത്തെ പറഞ്ഞ പോലെ സുബൈറിന് അൽ ചേർന്ന് വരുന്ന നാമമാണ്. അസ് സുബൈറു എന്നാ പറയാ. എനിക്ക് അസ് സുബൈറു ആണ്. അപ്പൊ യാ വരുമ്പോ മുനാദായിട്ട് വരുമ്പോൾ യാ സുബൈറു. യുംകിനുനി ഇൻഷാ അല്ലാഹ്. നേരത്തെ ബി അവനില്ല എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം എന്താ പറയുന്നത്? യുംകിനുനി, ഐ ക്യാൻ. അപ്പൊ നമ്മൾ യുംകിനു നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ നേരത്തെ ചോദിച്ചത്? യുംകിനുക, ഇസ് ഇറ്റ് പോസിബിൾ ഫോർ യു? അപ്പൊ എന്ത് മറുപടി പറഞ്ഞു? യുംകിനുനി, യെസ് ഐ ക്യാൻ, ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാൽ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുൽദഹുൽ മുഅ്മിനു. ലദഗ, പ്രാണി കുത്തുന്നതിനാണ് ലദഗ എന്ന് പറഞ്ഞത്. ലദഗ യുൽദഹു. ലാ യുൽദഗുൽ മുഅ്മിനു. വിശ്വാസി എന്ത് ചെയ്യൂല? വിശ്വാസിയെ പാമ്പ് കൊത്തുകയില്ല. മിൻ ജുഹ്രിൻ വാഹിദിൻ. ജുഹ്ർ എന്താ? മാളം. വാഹിദിൻ ഒരേ മാളത്തിൽ നിന്ന്. മറത്തൈൻ 2 പ്രാവശ്യം. വലിയൊരു ഫിലോസഫിയാ. പോലീസുകാര് കള്ളനെ പിടിച്ചിട്ട് പോയ കാര്യം പറയൂല്ലോ. ഒരു പ്രാവശ്യം പറഞ്ഞു, സാറേ ഞാനിപ്പോ ചായ കുടിച്ചിട്ട് കാണുന്നു. സാറോടൊന്ന് ഞാൻ ചായ കുടിച്ചിട്ട് കാണുന്നു. അയാള് ഹോട്ടലിന്റെ മുന്നിൽ നോക്കിയെന്ന്. കള്ളൻ എന്ത് ചെയ്തു? ചായ കുടിക്കാൻ പോയെങ്കിൽ ബാക്കിലെ ഡോർ വഴി അയാൾ രക്ഷപ്പെട്ടു. അടുത്ത പ്രാവശ്യം എന്ത് ചെയ്തു? അടുത്ത പ്രാവശ്യം അയാൾ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞു, അങ്ങനെ ഞാൻ രക്ഷപ്പെടണ്ട, ഞാൻ ചായ കഴിച്ചിട്ട് നീ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം അബദ്ധം പറ്റാം, 2ാമത് പ്രാവശ്യം അബദ്ധം പറ്റാൻ പാടില്ല. അതാണ് വിശ്വാസിയുടെ ലക്ഷണം എന്ന് പറയുന്നത്. ലാ യുൽദഹു. അപ്പൊ ലദഗ യൽദഹു. അപ്പൊ യുൽദഹു കൊത്തപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ പ്രാണി ദംശം ഏൽക്കപ്പെടുകയില്ല. അത് കൊത്തുകയില്ല, കൊത്തപ്പെടുകയില്ല. മിൻ ജുഹരിൻ വാഹിദിൻ, ഒരേ മാളത്തിൽ നിന്ന്. മറത്തൈനി 2 പ്രാവശ്യം. റവൽ ബുഖാരിയു വ മുസ്ലിമുൻ. അപ്പോ റവാഹു ആണ് കേട്ടോ. റവാഹു അതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അൽ ബുഖാരിയു. അപ്പൊ ബുഖാറക്കാരൻ എന്നാണ് അർത്ഥം. അൽ ബുഖാറ എന്നത് സ്ഥലത്തിന്റെ പേരാണ്. ബുഖാറ എന്ത് ചെയ്തു? ബുഖാരിയു. മക്കിയും മുസ്ലിമും. ഇമാം മുസ്ലിമും അത് റിപ്പോർട്ട് ചെയ്തു. അൽ മുദരിസ് മാഷാ അല്ലാഹ്. അപ്പൊ നേരത്തെ എന്ത് പറഞ്ഞു? അൽ മുദരിസ് അഹ്സൻത എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് പറഞ്ഞു? മാഷാ അല്ലാഹ്. അങ്ങനെയും ഇങ്ങനെയും ഉപയോഗിക്കാം. അൽ ഹുസൈൻ. രണ്ടും ഉപയോഗിക്കാം. ടെസ്റ്റ് രീതി എപ്പോഴും വരെ ഒന്ന് തന്നെ പറയണമെന്നില്ലല്ലോ. അൽ ഹുസൈൻ
ഇൻതഹൽ വഖ്തു യാ ഉസ്താദ്. ടൈം ഈസ് ഓവർ. ഇൻതഹ എന്താണ്? വിരമിച്ചു. ആ, വിരം തീർന്നു, അവസാനിച്ചു. ഇൻതഹ അവസാനിച്ചു. താരിഖുൽ ഇൻതിഹ എക്സ്പയറി ഡേറ്റ്. ഇൻതഹൽ വഖ്തു യാ ഉസ്താദ്, സമയം തീർന്നു. അത് മുദരിസ്. റന്നൽ ജറസു. റന്നൽ ജറസു. നെല്ല് മുഴങ്ങിയോ? ആ, ബെല്ല് മുഴങ്ങിയോ? ഹുസൈൻ, ലാ യുസ്മഉ സൗത്തുൽ ജറസി ഫി ഫസ്ലിന ഹാദാ. ലാ യുസ്മഉ, കേൾക്കപ്പെടുകയില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് മബനിയിൽ മാലൂമായി മജ്ഹൂൽ പറഞ്ഞത് എന്താണ്? ലാ എന്തായിരുന്നു പറഞ്ഞത് നമ്മള്? യുസ്മഉൽ അദാൻ അല്ലെ, ബാങ്ക് കേൾക്കപ്പെടുന്നു. ഇവിടെ എന്താ? ലാ യുസ്മഉ, കേൾക്കപ്പെടുകയില്ല. സൗത്തുൽ ജറസി. അപ്പൊ സൗത്ത് എന്താണ് ഇവിടെ? ആ, നായിബുൽ ഫാഇലാണ്. അപ്പൊ സൗത്തിൽ താഴെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് യുസ്മഉ എന്നുള്ളത് തുസ്മഉ എന്നാക്കിയില്ല? സൗത്ത് അതിന്റെ പേര് അങ്ങനെ. സൗത്ത് അതിന്റെ വേടാണോ? അതെ, സൗത്ത് എന്നുള്ള താഴെ എന്താണ്? അത് മുഅന്നസിന്റെ താഴല്ല, വാക്കിലുള്ള ശരിയാണ്. മുഅന്നസിന്റെ താഴല്ല, അത് ആ സ്ത്രീലിംഗത്തിന്റെ താഴല്ല. വാക്കിലുള്ളതാണ്. അതെ, ബൈത്ത് എന്നുള്ളത് പോലുള്ള താഴെ. ലാ യുസ്മഉ സൗത്തുൽ ജറസി, ബെല്ലിന്റെ ശബ്ദം കേൾക്കപ്പെടുകയില്ല. ഈ ഫസ്ലിന ഹാദ, ഞങ്ങളുടെ ഈ ക്ലാസ് റൂമിൽ. അൽ മുദരിസ്. മുൻദു മത, മുൻദു മുൻദു മുൻദു. ഇപ്പൊ നമ്മൾ കസ്റ് വരുത്തുന്ന പദങ്ങൾ എത്ര എണ്ണം പഠിച്ചായിരുന്നു? അതിന് ആ, ലി, മിൻ, അൻ, മഅ, ബി, ബി ഫി ഇല അല ഈ, അല, ഇല, ഇട്ട്, പിന്നെ വഹത്ത ക, വ, ഹത്ത, ക. ഇപ്പൊ എത്ര പഠിച്ചു? 11. പിന്നെ ഇല്ലേ? മുൻദു. അപ്പൊ മുൻദു ഇതിന്റെ കൂടെ ഉള്ളതാണ്. അതുകൊണ്ടാണ് മുൻദു ഉസ്ബുഐനി. മുൻദു മത്താൻ ചോദിച്ചു. അപ്പൊ അവിടെ നമുക്ക് അറിയാൻ പറ്റില്ല, കാരണം മത്ത എന്നുള്ളത് എന്താണ്? മബനിയാണ്. മത്ത ഇപ്പോഴും മത്താന്നേ വരുള്ളൂ, മത്തിയെന്ന് വരില്ല. മുൻദു മത്ത, സിൻസ് വെൻ. മുൻദു എന്ന് പറഞ്ഞാൽ സിൻസ്. എപ്പോൾ മുതൽ? എപ്പോൾ മുതലാണ് കേൾക്കാത്തത്? അൽ ഹുസൈൻ. ഹുസൈൻ പറഞ്ഞു മുൻദു ഉസ്ബുഐൻ. സിൻസ് 2 weeks. അപ്പൊ ഉസ്ബുഐനി വരാൻ കാരണം എന്താണ്? ജർറ് ചെയ്യപ്പെട്ടതാണ്. ഉസ്ബുഐൻ ഔ അക്സർ, ഓർ മോർ, ഔ അക്സറ. അപ്പൊ ഔ വന്നു കഴിഞ്ഞാല് നേരത്തെ ഉള്ളതിന്റെ അടയാളമാണ് അടുത്തതിന് കൊടുക്കേണ്ടത്. ഔ വന്നാലും വാ വന്നാലും ബന്ധപ്പെടുത്തുകയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് ഔ കൊണ്ട് അല്ലെങ്കിൽ വാ കൊണ്ട്. അപ്പൊ ഇവിടെ ഔ വന്നപ്പോ അക്സറ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ? അക്സരി എന്ന് പറയാൻ പറ്റില്ല, അത് കസർ സ്വീകരിക്കില്ല. അക്സറു എന്നത് ഗൈർ മുൻസിരിഫായ രൂപമാണ്. അഹ്സറു പോലെ അക്സറു എന്നത് ഗൈർ മുൻസിരിഫായ രൂപം. അതിന് കസറിന് പകരം ജറിന് പകരം എന്ത് ചെയ്തു? പത്തകത്തുകൊണ്ടാണ് ജറ് ചെയ്യുക. മബിനി എന്നാണ് അതിന് പറയുന്നത്. മബിനി എന്ന് പറഞ്ഞാൽ അന്ത്യം ഉറച്ചത്. ഒരു ഹാലിലും അന്ത്യം മാറൂല. ഇത് വൈറു മുൻസരിഫ് എന്ന് പറഞ്ഞാൽ സർഫാക്കപ്പെടാത്തതെന്നാണ് അതിന്റെ പേര്. ശരിക്കും എന്താണ്? തൻവീൻ വരികയില്ല, കസ്റും വരികയില്ല. അവിടെ അടയാളമായി വരുന്നത് ഫതഹും ലമ്മും വരും. ഫതഹും ലമ്മും വരും. അപ്പം രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് മബിനി എന്ന് പറയാൻ പറ്റില്ല. इंतहल वक्त इंतहल वक्त बाकी दकीकतैन. സമയം തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? في أي ساعة يفتح المطعم كل يوم ومتى
فتح اليوم؟ എന്താ പറയാ? فتح في أي فتح ساعة ساعة يفتح المطعم كل يوم؟ فتح ساعة السادسة. السادسة. ഓ 6 മണിക്ക് തുറക്കും. فتح അല്ല, يفتح എന്നാണ് പറഞ്ഞത്. في أي ساعة يفتح المطعم كل يوم. അപ്പൊ കുല്ലയും വരുമ്പോഴത്തേക്ക് അത് ഹാബിച്വൽ ആക്ഷനാണ്. ഉം. പതിവായി നടക്കുന്നത്, പതിവായി തുറക്കപ്പെടുന്നത് 6 മണിക്കാണ്. അപ്പൊ മത്താ ഫുത്തിഹൽ യോമ? അങ്ങനല്ല. يفتح ساعة السادسة إلا ربع. ആ فتح اليوم ساعة السادسة. എന്തായിക്കോട്ടെ. في أي شهر ولد النبي صلى الله عليه وسلم؟ ഷഹരി റബിയുൽ അവൽ. റബിയുൽ അവൽ. ولد ولد في صلى الله شهر عليه ولد وسلم في شهر സല്ലല്ലാഹു ربيع അലൈഹി الأول. വസല്ലം ربيع الأول. ബി ഷഹരി എന്ന് പറയില്ലേ? അതല്ല في ഷഹരി. شهر. في شهر. ഫീ ഷഹരി. ഇവിടെ ചോദ്യത്തിന് ഫീ അയ്യി ഷഹരി എന്നാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഓ ഫി ഷഹരി ولد في റബിയുൽ شهر അവൽ. ولد في شهر ربيع الأول. റബിയുൽ അവൽ. ربيع റബി അയിനിൽ നിന്നുണ്ടോ? ربيع. ആ കഴിഞ്ഞ ആഴ്ച ഉറങ്ങിപ്പോയി നേരത്തെ. റബി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞായിരുന്നു ربيع. الرابع في أي عام ولد النبي؟ ولد عام 70 و500. എഴുതി കണ്ട നമുക്ക് പറഞ്ഞു 70 و500. 70 و500. AD 570. മീലാദി. ആ മീലാദി ഒരു മീം കൂടെയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണോ മീലാദി എന്ന് പറയാല്ലേ? ലിൽ മീലാദി എന്നോ അങ്ങനെ? അല്ല. للميلاد. ലിൽ മീലാദി. 500 للميلاد. لا. അതെ. في أي عام ولدت أنت أو أنت؟ ولدت ولدت عام ولدت عام 60 و 900 و1000. 900 وألف وألف ولدت عام 65 للميلاد. 900 و1000. എല്ലാരും പറഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും വയസ്സറിയും നമ്മൾ. എന്താ പറഞ്ഞ ഉസ്താദേ കുഴപ്പം? റെസ്പെക്ട് എങ്കിലും കിട്ടുമല്ലോ. ഏത്? ആ പ്രായത്തിന്റെ റെസ്പെക്ട് എങ്കിലും കിട്ടുമല്ലോ. മാഷാ അല്ലാ, മാഷാ അല്ലാ. എല്ലാരും റെസ്പെക്ട് ചെയ്യപ്പെടേണ്ടവരാണെന്ന് മനസ്സിലായി. ഞാൻ മാത്രമേ ഉള്ളൂ കുഞ്ഞായിട്ട്. ചെയ്യുമ്പോ ആരോഗ്യം തരട്ടെ. ആമീൻ ആമീൻ ആമീൻ. അയിന ഖുത്തില ഉമർ റളിയല്ലാഹു അൻഹു? قتل عمر رضي الله عنه وهو يصلي بالناس. ഈ അയിന അയിന എന്നാ ചോദിച്ചത്, മത്താന്നല്ല ചോദിച്ചത്, ഏത് ഹാലാന്നല്ല ചോദിച്ചത്. അയിന ഖുത്തില? في ഫിൽ المسجد മസ്ജിദിൻ النبوي. നബവിയ്യി. ഫിൽ മസ്ജിദിൻ നബവിയ്യി. അപ്പൊ നമ്മൾ അത് പഠിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? في المسجد മസ്ജിദിൻ النبوي. നബവിയ്യി അതുകൂടെ പറയണം. നമ്മൾ അത് പഠിച്ച ആ വിഷയം നമ്മൾ പഠിച്ചതുകൊണ്ട് അത് കറക്റ്റ് ആകും. നബവി. ഇതിന്റെ പേര് നബവിയ്യി. ജാഇന് ശബ്ദമുണ്ട്. അയ്യ സൂറത്തിൻ തുഖറഉ ഫീ കുല്ലി റകഅത്തിൻ? تقرأ سورة الفاتحة في كل ركعة. في كل ركعة. من الذي سرق كتابه؟ في العمرة. الذي سرق كتاب إدريس. إدريس هو الذي سرق كتابه.
ഹുവല്ലദീ എന്നാ ചോദിച്ചത്. അവന്റേതാണ് കിതാബ് മോഷ്ടിക്കപ്പെട്ടത്. കിതാബുഹു ശരിക്കും കിതാബ് ഇദ്രീസാണ്. അല്ല, ഇത് പറഞ്ഞു അങ്ങനെ പറയാലോ, കിതാബു ഇദ്രീസാണ്. സുരിഖൽ കിതാബു കിതാബ് ഇദ്രീസ എന്ന് പറയാം. കിതാബു ഇദ്രീസ. അവിടെ ഇദ്രീസ് എന്ത് ചെയ്യാം? ഗൈർ മുൻസരിഫ് ആയിട്ട് 10 എടുക്കാൻ പറ്റും. അപ്പൊ മനില്ലദീ സുരിഖ കിതാബുഹു എന്നാണ് ചോദിച്ചത്. അപ്പൊ അല്ലദീ സുരിഖ കിതാബുഹു ഇദ്രീസു എന്ന് പറയാം. അല്ലദീ സുരിഖ കിതാബുഹു ഇദ്രീസു. تأمل الأمثلة الآتية للفاعل المبني للمجهول وعين نائب الفاعل في كل واحد منها. ഉറക്കം പറയണം കേട്ടോ. ഉറക്കം വരുമ്പോ പറയണമെന്ന്. ഇല്ലല്ല, ഇന്ന് ഉറങ്ങിയിട്ടാണോ വന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും ഒന്ന് കിടന്നു. ഇന്ന് ക്ഷീണല്ല അല്ലേ? ഇല്ല, അതാണ് സത്യം. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. അപ്പൊ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? അയ്യിൻ നാഇബൽ ഫാഇൽ. മാ ഹിയ നാഇബുൽ ഫാഇൽ? ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ഈ ഹദീസൊക്കെ അറിയാത്ത ഹദീസൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ലാ യുൽദഗുൽ മുഅ്മിനു മിൻ ജുഹൈൻ വാഹിദിൻ മർറതൈൻ. അതേപോലെ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. അപ്പോ ഏതാ നായിബുൽ ഫാഇൽ? ബുനിയ. ഇപ്പൊ അറിയാം ഉറക്കം വരുന്നുണ്ടോ ഇല്ലേ? ബുനിയ എന്നുള്ളതിന് ഇസ്ലാമു നായിബുൽ ഫാഇൽ. ഇസ്ലാമാണ് നായിബുൽ ഫാഇൽ. ബുനിയ ഫാഇലും ബുനിയ ഫാഇലും മബ്നിയാണ്, മറ്റേതുമാണ് എന്താ പറയാ, ഫേല് മബനിയ എന്നല്ല പറയാ. ഫേല് മബനിയുൻ ബിൽ മജ്ഹൂൽ എന്ന് പറയണം. അല്ലെങ്കിൽ ഫേല് മജ്ഹൂൽ എന്ന് പറയണം. അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ലാപ്പ് പറയുന്ന പോലെ ആവും. അൽ ഇസ്ലാമു നായിബുൽ ഫാഇൽ. അപ്പൊ ഷഹാദത്തിന് എന്തുകൊണ്ടാണ് കസ്ർ വന്നത്? ഷഹാദത്തി അല്ല ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്തിനൊന്നും വന്നില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യണം? അടയാളം നോക്കി അത് കറക്റ്റ് ആക്കി പഠിച്ചാൽ ഇതാണ് ഗ്രാമർ ഉറപ്പായി. നിങ്ങൾ അബ്ദുല്ലമാക്ക് പഠിക്കാൻ പോയാലും ഇത്രയും നന്നായിട്ട് ഗ്രാമർ പഠിക്കാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. പഠിച്ചില്ലേ പോയി. റാങ്ക് കിട്ടിയാലും ഉണ്ടാവും ഭാഷ അറിയാത്തവര്. അലാ ഹംസിൻ ഇബ്നിയൽ ഇസ്ലാം അലാ ഹംസിൻ. 5 കാര്യങ്ങളുടെ മേൽ ആണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. അലാ ഹംസിൻ എന്നതിന്റെ ബദലാണ് ഷഹാദത്ത്. അലാ ഹംസിൻ 5ന്റെ മേൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. ഏതാണ്? അതിൽ ഷഹാദത്തി. ആദ്യത്തേത് എന്താണ്? ഷഹാദത്തി. രണ്ടാമത്തെ എന്താണ്? വയ്യക്കാമി. മൂന്നാമത്തെ എന്താണ്? ഈതാഇ. നാലാമത്തെ എന്താണ്? വൽഹജ്ജി. അഞ്ചാമത്തെ എന്താണ്? വസൗമി. അപ്പൊ ഇതൊക്കെ അടയാളം കൃത്യമായിട്ട് പഠിച്ചാൽ നമ്മള് ഗ്രാമർ പഠിച്ചു ഇതേപോലെ ഹിഫ്ളാക്കി വെച്ചു. നമ്മള് അറിയാത്ത ഇത് എന്താണ്? ഹദീസല്ലേ. ഇവിടെ അലാ ഹംസിൻ എന്ന് കഴിഞ്ഞിട്ട് ആ ഒരു സെന്റൻസ് അവിടെ അവസാനിക്കല്ലേ? അല്ല, ബാക്കിയെല്ലാം ബദലാണ്. 5 കാര്യങ്ങളുടെ മേൽ ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു. അതായത് ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നത് ഷഹാദത്തിന്റെ വിഷയങ്ങളാണ്. ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നത് അനുഭവം. പിന്നെ എന്താണ്? നമസ്കാരം നിലനിർത്തല്. രണ്ട് കുത്തിട്ടത് ദാറ്റീസ് എന്നുള്ള പോലെയാണോ? അതായത് അതെ, ബദല് വന്നതുകൊണ്ടാണ് 2 കുത്തിട്ടത്, കോളൻ ഇട്ടത്. അപ്പൊ അവിടെ തെൻവീനില്ലാതെ ഷഹാദത്തിന് സെന്നില്ലാത്ത എന്തുകൊണ്ടാ? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഷഹാദത്തിന് എന്ത് ചെയ്തു? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്ക് ഇളാഫത്ത് ചെയ്തു.
അതെന്തായി? മുലാഫ് ഇലാഫ് ചെയ്യപ്പെടുന്നതിന് എന്തായി? അതിന്റെ തന്മീൻ പോയി. ഒന്നാമത്തെ തന്മീൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? ഇല്ല ആ അപ്പൊ ഷഹാദത്തി അല്ല അതിന്റെ ഷഹാദത്ത്. അതിന്റെ ഷഹാദത്ത് നമ്മൾ മലയാളത്തിൽ പറയും. അറബിയിൽ പറയുമ്പോൾ അതിന്റെ ഷഹാദത്ത്. ഇല്ല. ആ അതേപോലെ ഒന്നിനും അതില്ലല്ലോ. ഇഖാമി സലാത്തി എന്ന് പറഞ്ഞതുപോലെ ഇഖാമി സലാത്തി നമസ്കാരത്തിന്റെ നിലനിർത്തൽ, ഇതായി സക്കാത്തി സക്കാത്തിന്റെ നൽകൽ, വൽ ഹജ്ജി. അപ്പൊ ആൽ ഹജ്ജ് എന്ന് പറയാൻ കാരണം അവിടെ ഹജ്ജിന് വേറെ വിശദീകരണമില്ല. മുലാഫായിട്ട് വന്നാൽ ഒന്നാമത്തേന് അൽ പാടില്ലല്ലോ. അല്ലും പാടില്ല, തെമ്മീനും പാടില്ല. ഇവിടെ മുലാഫായിട്ടല്ല. വൽ ഹജ്ജ് ഹജ്ജും വ സൗമി റമദാൻ. സൗമിന് എന്ത് ചെയ്തു? റമദാനിലേക്ക് ഇലാഫത്തി. സൗമി റമദാന, റമദാന്റെ സൗമ്. ഇങ്ങനെയുണ്ട് അറബി. അതൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അറബി വ്യാകരണത്തിന്റെ ഒരു ഇത് മനസ്സിലാകുന്നില്ലേ? എന്താ പറയാ, അറബി വ്യാകരണത്തിന്റെ ഒരു വൈബ് ഉണ്ടോ? ഖുർആൻ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. നിർത്താറായല്ലേ? ഒരു കുത്തില നമ്മൾ പറഞ്ഞു, ഒരു കുത്തില നമ്മൾ പറയുമ്പോഴത്തേക്ക് ശരിയാവും. കുത്തില അലിയുൻ റളിയല്ലാഹു അൻഹു കൂഫയിൽ വെച്ചാണ് അലി അള്ളാഹു വധിക്കപ്പെട്ടത്. അപ്പൊ എവിടെ നായിബുൽ ഫായില്? അലിയുനാണ്. ആ ഓക്കെ. അപ്പൊ ആ പേജിൽ നമുക്ക് കേൾക്കാം. കുത്തില ഫേല് മാളി മജ്ഹൂൽ, ഫേല് മാളിൻ മജ്ഹൂൽ. അത് അലിയുൻ നായിബുൽ ഫായിൽ. എന്താണ് ആൻസർ എഴുതുമ്പോ രണ്ടും വേറെ വേറെ എഴുതാം. ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? മബ്നിയിന്റെ അയ്യിൻ നായിബുൽ ഫായിൽ എന്നേ ചോദിച്ചിട്ടുള്ളൂ. അയ്യിൻ നായിബുൽ ഫായിൽ, നായിബുൽ ഫായിൽ പോയിന്റ് ഔട്ട് ചെയ്യാന്നാണ് പറഞ്ഞത്. അടയാളപ്പെടുത്തുക. അലിയുന്നുണ്ടോ അവിടെ? ഇല്ല, അലിയും റളിയല്ലാഹു അൻഹു മാത്രം പറഞ്ഞ പോരേന്ന്. ആ അലിയുൻ മാത്രം പറഞ്ഞാൽ അതെ. അവിടെ നായിബുൽ ഫായിൽ മാത്രം പറഞ്ഞു. അവിടെ റെസ്പെക്ട് വാക്കുന്നില്ല. അലിയുൻ എന്ന നാമമാണ്. അതിന്റെ ലമ്മിട്ടുണ്ടോന്ന് അറിയേ വേണ്ടുള്ളൂ അല്ലെ? ആ നായിബുൽ ഫായിലിന്റെ അടയാളം ഉണ്ടോന്ന് നോക്കണം. ഓക്കെ. അപ്പൊ ഇതേപോലെ നമ്മൾ ഖുർആനൊക്കെ വായിച്ചു നോക്കിയാല് ഖുർആന്റെ വശ്യതയും അതേപോലെ സാഹിത്യ ഭംഗിയും ഭാഷയുടെ ആകർഷത ഒക്കെ മനസ്സിലാവും. ഉണ്ടായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഹഠാത് ആകർഷിക്കും ഈ രീതിയിൽ വായിച്ചു നോക്കിയാൽ. ഇവാഫത്ത് വന്നപ്പോ അതിന്റെ തെന്മീൻ പോയി. ഇപ്പൊ ഇവിടെ എന്താ തെന്മീനില്ല, അവിടെ എന്തുകൊണ്ട് അല്ലില്ല എന്നൊക്കെ നോക്കണം. അല്ലുമില്ല, തെന്മീനും ഇല്ലെങ്കിൽ അപ്പൊ അടുത്തയിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ അടയാളം ഇവിടെ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതാണ് മുളാഫുൻ ഇലൈഹി. അപ്പൊ അതെന്താണ്? ഈ മഹല്ലി ജർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ജറിന്റെ സ്ഥാനത്താണെന്ന് പറഞ്ഞില്ലേ? നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ഇത് പഠിച്ചില്ലാന്ന് തോന്നുന്നു അല്ലേ? ഇൻട്രൊഡക്ഷൻ നമ്മൾ ഒഴിവാക്കി. ഒന്നാമത്തെ പാഠം ഒഴിവാക്കി. ഒന്നാമത്തെ പാഠം കൺവേഴ്സിലെ വരും. അതിന്റെ സ്ഥാനത്താ, കസ്റയുടെ സ്ഥാനത്താ അതുള്ളത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ വായിച്ചു നോക്കുക. ഖുർആൻ ചിന്തിച്ചുകൊണ്ട് മാത്രം വായിക്കുക. ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. السلام ورحمة الله.